ഹായ്. ഒരുപാട് നാളായി ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് ഓർത്ത് വിചാരിക്കുന്നു. കുറേ പ്രാവശ്യമായി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു നമുക്ക് ഒരുമിച്ച് ഡെലിവറി സ്റ്റോറി പറയാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ആൾക്ക് ഭയങ്കര മടി, തിരക്ക് എന്നൊക്കെ പറഞ്ഞ് ഡിലേ ആയി ഇപ്പം മോൾക്ക് 10 മാസം ആകുമ്പോഴാണ് ഞാൻ ഡെലിവറി സ്റ്റോറി ഇടുന്നത്. ഇനി വരുന്ന മോൾക്ക് 10ാമത്തെ മാസമാണ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് എടുത്തു എനിക്കൊരു ഡെലിവറി സ്റ്റോറി പോസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറിയിലേക്ക് വരുമ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു 9 മാസം ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഡെലിവറി സ്റ്റോറിയിലോട്ട് പറയുമ്പം എനിക്ക് ശരിക്കും ലാസ്റ്റ് സ്കാനിൽ തന്നെ അല്ലെങ്കിൽ ഉള്ള ഒരു 7 മന്ത്സ് തൊട്ടുള്ള എല്ലാ സ്കാനിലും എൻ്റെ ബേബി ബ്രീച്ച് ആണെന്ന് കാണിച്ചിരുന്നു. ദാറ്റ് മീൻസ് എനിക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, സിസേറിയൻ ആണെന്ന് ഫിക്സ് ചെയ്തിരുന്നു. ഓൾറെഡി ബ്രീച്ച് ബേബി ആയതുകൊണ്ട് തന്നെ നമ്മളത് ട്രൈ ചെയ്യുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് ബ്രീച്ച് ബേബി ആയിരിക്കും എന്ന് ഉറപ്പായിരുന്നു. അപ്പം ഡെലിവറിക്ക് മുമ്പുള്ള വിസിറ്റിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം, 27, 28, 29, 30 ആ ഒരു ദിവസങ്ങളിൽ വേണം നോക്കാനായിട്ട്, നിങ്ങൾക്ക് ഏത് ദിവസമാണ് കൺവീനിയൻ്റ് അത് പറഞ്ഞു. തിയേറ്റർ ഡേ ആണ് ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്, ഇനി അല്ല വേറെ ദിവസം വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിൻ്റെ തിയേറ്റർ ഡേ ആയ ലാസ്റ്റ് ഡോക്ടർ എന്ന ഓപ്ഷനാണ് May 30. അപ്പോൾ May 30ക്ക് നമ്മൾ ഡെലിവറി ഫിക്സ് ചെയ്യുവാണ്. May 30ക്ക് ഫിക്സ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ബേബി ഉള്ളിലുള്ളപ്പോൾ ഇച്ചിരി കൂടെ വളർന്നോട്ടെ, അങ്ങനെ ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയാണ് ലാസ്റ്റ് ഡേറ്റ് എടുക്കുന്നത്. അപ്പം അന്ന് ലാസ്റ്റ് ഡേറ്റ് അങ്ങ് എടുത്ത് വന്നെങ്കിലും ഞാൻ പെട്ടെന്ന് നാളെ നോക്കിയപ്പോഴേക്കും ഞാൻ ക്രിസ്ത്യനാണ്, അങ്ങനെ നാളെ നോക്കുന്ന ആളല്ല. അങ്ങനെ ഡെലിവറി ഡേറ്റിൻ്റെ തലേ ദിവസം 29ാം തീയതി നമ്മൾ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. എൻ്റെ പപ്പയും അമ്മയും വന്നിരുന്നു അന്ന് വൈകുന്നേരം. അവർ ചേർത്തലയിലാണ്. ചേർത്തലയിൽ നിന്ന് എറണാകുളത്ത് വന്ന് നമ്മൾ 4 പേരും കൂടെ ഡെലിവറിക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഡെലിവറി ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം കഴുകി ഉണക്കി അയൺ ചെയ്ത് എൻ്റെ ഡ്രസ്സെല്ലാം പുതിയതെല്ലാം വാങ്ങിയതെല്ലാം കഴുകി നീറ്റാക്കി എല്ലാം ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് റെഡിയായിരുന്നു, കുഞ്ഞിൻ്റെ ബെഡ് റെഡിയായിരുന്നു, കുഞ്ഞിന് വേണ്ട ടർക്കി അതെല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ പോവാണ് തലേ ദിവസം. അങ്ങനെ 29th നമ്മൾ വന്നു, താഴെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു വണ്ടിയിൽ, പപ്പയും അമ്മയും ചേർത്തലയിൽ നിന്ന് വന്നുകൊണ്ട് ആ വണ്ടിയിൽ അവർ വന്നു. അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ അജിത്തിനാണെങ്കിലും അച്ഛനാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വണ്ടി വേണമല്ലോ എന്ന് വിചാരിച്ച് 2 വണ്ടിയിലാണ് പോയത്. ഓക്കെ, അങ്ങനെ നമ്മൾ വരുന്നു, അഡ്മിറ്റ് ആവുന്നു. അന്ന് വൈകിട്ട് അഡ്മിറ്റായി ഡോക്ടർ ആദ്യം വന്നു. ഡോക്ടർ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോ, നാളെ കാണാം, നമുക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഡോക്ടർ പോയി. അത് കഴിഞ്ഞ് റൂമിൽ അഡ്മിറ്റ് ആയപ്പോൾ നേഴ്സ് വന്ന് റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇങ്ങനെ പ്രഷർ അങ്ങനത്തെ നോർമൽ വേരിയേഷൻസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ ഞങ്ങൾ റൂമിലിരിക്കുവാണ്. അങ്ങനെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് ശരിക്കും എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോള് ആള് സൗദിയിലാണ്. അപ്പോൾ അവൾ എന്നെ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഡെലിവറി കഴിയുമല്ലോ, അപ്പം അവൾ തലേ ദിവസം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, 29th മോർണിംഗ്. അപ്പോൾ അവളുടെ അമ്മ, അതായത് അമ്മയുടെ ചേച്ചി, അമ്മയുടെ അനിയത്തിയുടെ മോൻ, ഇത്ര ആൾക്കാർ